വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഉറ്റുനോക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും വരുന്ന മണ്ഡലങ്ങളിലൊന്നായിരിക്കും നേമം. അക്കാര്യത്തിൽ സംശയം വേണ്ട. കാരണം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. അതിന് പ്രധാന കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. അതുകൂടാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഗംഭീര വിജയം, തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസം, അവിടെ തന്നെ ആകെയുള്ള 27 വാർഡുകളിൽ 17 വാർഡുകളിലും നേമം സെഗ്മെൻറ്റിൽ ജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു മുന്നേറ്റമാണ് നേമം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയത്. രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത്, 22,000-ലധികം ഭൂരിപക്ഷം ലഭിച്ചത് നേമം നിയമസഭാ സെഗ്മെന്റിൽ നിന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 8,000-നടുത്ത് ഭൂരിപക്ഷം BJPക്ക് നേമം നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം BJPക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. പിന്നെ BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചത് നേമത്താണ്. 2016-ൽ 8,000-ലധികം വോട്ടുകൾക്കാണ് O രാജഗോപാൽ താമര വിരിയിച്ചത്. 2011-ലാണെങ്കിൽ 2ാം സ്ഥാനത്ത് വരാനും O രാജഗോപാലിന് സാധിച്ചു. അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം നേമം തന്നെയാണ് BJPയുടെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്.